ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം ഒന്ന് വായിച്ചു. യാക്കോബ് 1:13. പരീക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നു എന്ന് ആരും പറയരുത്. ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവൻ ആകുന്നു, താൻ ആരെയും പരീക്ഷിക്കുന്നതുമില്ല. ആമേൻ. ഹല്ലേലൂയ. ഇവിടെ എല്ലാവരും ഈ വാക്യം പറയുമ്പോൾ പറയും ദൈവം ദോഷങ്ങളെ നമ്മളെ പരീക്ഷിക്കത്തില്ലെന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ എഴുതിയേക്കുന്നത് ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവനാകുന്നു. ദൈവത്തെക്കുറിച്ചാണ് പറഞ്ഞേക്കുന്നത്. കാരണം എൻ്റെ ഇംഗ്ലീഷ് പറഞ്ഞ ലെറ്റ് നോ മാൻ സേ വെൻ ഹി ഈസ് ടെംപ്റ്റഡ് ഐ ആം ടെംപ്റ്റഡ് ഓഫ് ഗോഡ് ഫോർ ഗോഡ് കനോട്ട് ബി ടെംപ്റ്റഡ് വിത്ത് ഈവിൾ. ദൈവത്തെ ആർക്കും പരീക്ഷിക്കാൻ, ദോഷങ്ങളെ പരീക്ഷിക്കാൻ പറ്റത്തില്ല. എന്നിട്ട് നെയ്തർ ടെംപ്റ്റഡ് ഹി എനി മാൻ. അപ്പം ദൈവം ആരെയും പരീക്ഷിക്കുന്നില്ല. ഇവിടെ എഴുതിയേക്കുന്ന വാക്ക് അല്ലെ പരീക്ഷ എന്ന് മലയാളത്തിൽ പറയും ടെംപ്റ്റഡ് എന്നാണ്. പ്രലോഭിപ്പിക്കുക. അല്ലേ? നമ്മളെ ആരും ദൈവത്താൽ പ്രലോഭിപ്പിക്കപ്പെടുന്നു പറയരുത്. ദൈവത്തിനെ ആർക്കും പ്രലോഭിപ്പിക്കാൻ പറ്റത്തില്ല. ദൈവം അതുകൊണ്ട് ആരെയും പ്രലോഭിപ്പിക്കുന്നു. ഇങ്ങനെ തന്നെ ഇവിടെ എഴുതിയേക്കുന്നത് ഇംഗ്ലീഷിലും. അപ്പം പ്രലോഭനങ്ങൾ ഉണ്ടാകുന്നത് ഒരിക്കലും ദൈവത്താൽ അല്ല. ദൈവത്തെ അങ്ങനെ പ്രലോഭിപ്പിക്കാൻ പറ്റത്തില്ല. ആർക്കും ഒന്നും കാണിച്ച് പ്രലോഭിപ്പിക്കാൻ പറ്റത്തില്ല. ദൈവം അതുകൊണ്ട് ആരെയും. അപ്പം പ്രലോഭനങ്ങൾ ഉണ്ടാകുന്നത് ദൈവത്താലല്ല. അത് മനുഷ്യന്റെ നോട്ടം കാണും. മനുഷ്യന്റെ ആഗ്രഹം താഴോട്ട് പറയുന്നുണ്ട്. സ്വന്തം മോഹങ്ങളാലാണ് അവർ പ്രലോഭിപ്പിക്കപ്പെടുന്നത്. പരീക്ഷ എന്നുള്ള വാക്ക് അല്ല അവിടെ ശരിക്കും ഉപയോഗിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ നമ്മൾക്ക് എപ്പോഴും പറയും ആമേ ഹല്ലേലൂയ, ആമേ അങ്ങനെ ദോഷങ്ങളാൽ പരീക്ഷിക്കും. പക്ഷെ അതുപോലെ ദൈവം പരീക്ഷിക്കുന്നത് ഒരിക്കലും ദോഷത്തിന് വേണ്ടിയിട്ടല്ല. മനസ്സിലായില്ലേ? ദൈവം നമ്മളെ പരീക്ഷിക്കുന്ന ചില കാലഘട്ടങ്ങൾ, നമ്മുടെ ചില പരീക്ഷകൾക്ക് അല്ലെ ചില ചില കാര്യങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന അതൊരിക്കലും ദോഷത്തിനല്ല. നമ്മൾ എന്തിനാ ആമേൻ ദൈവത്തോട് കൂടുതൽ അടുക്കാൻ നമ്മൾ കൊള്ളാകുന്നവരായി തീരാനാ. പത്രോസ് അങ്ങനെയാ പറയുന്നത്. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ കൊള്ളാകുന്നവരായി, ദൈവത്തിന് കൊള്ളാകുന്നവരായി തീരാൻ വേണ്ടിയിട്ടാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ പരീക്ഷ കാലഘട്ടങ്ങൾ കടന്നു വരുന്നത്. അതുപോലെ ചിലരൊക്കെ എപ്പോഴും സംസാരിക്കാൻ പറയാറുണ്ട് ആമേ ഹല്ലേലൂയ, നമ്മള് ഇപ്പോഴത്തെ എക്സാമ്പിൾ, കോവിഡ് വന്നത് ദൈവമാണോ അയച്ചത്, പിശാചാണോ അയച്ചത്? ഹല്ലേലൂയ. എല്ലാവർക്കും സംശയം അല്ലേ? എത്ര പേര് വിശ്വസിക്കുന്നു ദൈവം അറിഞ്ഞോണ്ട ദൈവം അനുവദിച്ചിട്ടാ സംഭവിച്ചതെന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? അത് ആരും വിശ്വസിക്കുന്നില്ല. ഓക്കെ, 2 ദിനവൃത്താന്ത പുസ്തകം എടുക്കുക. 2 ക്രോണിക്കൽസ് 7-ാം അധ്യായം വായിക്കുക. 11 തുടങ്ങിയിട്ടുള്ള വാക്യം വായിക്കും. 2 ക്രോണിക്കൽസ് 2 ക്രോണിക്കൽസ് 7:13 onwards. 13 to 14 വായിച്ചാൽ മതി. അല്ല, 11 to 14 വായിച്ചാൽ മതി. ഇങ്ങനെ ശലോമോൻ യഹോവയുടെ ആലയവും രാജധാനിയും തീർത്തു. യഹോവയുടെ ആലയത്തിലും തന്റെ അരമനയിലും ഉണ്ടാക്കുവാൻ ശലോമോന് താല്പര്യം ഉണ്ടായിരുന്നതൊക്കെയും അവൻ ശുഭമായി നിവർത്തിച്ചു. അതിനുശേഷം യഹോവ രാത്രിയിൽ ശലോമോന് പ്രത്യക്ഷനായി അവനോട് ഇപ്രകാരം അരുളിച്ചെയ്തു: ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ട് ഈ സ്ഥലം എനിക്ക് യാഗത്തിനുള്ള ആലയമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നു. മഴ പെയ്യാതിരിക്കേണ്ടതിന് ഞാൻ ആകാശം അടയ്ക്കുകയോ ദേശത്തെ തിന്നു മുട്ടിക്കേണ്ടതിന് വെട്ടുക്കിളിയോട് കൽപ്പിക്കുകയോ എന്റെ ജനത്തിന്റെ ഇടയിൽ മഹാമാരി വരുത്തുകയോ ചെയ്താൽ, എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എന്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിയും എങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കുകയും ഈ സ്ഥലത്ത് കഴിക്കുന്ന പ്രാർത്ഥനയ്ക്ക് എന്റെ കണ്ണ് തുറന്നിരിക്കുകയും എന്റെ ചെവി ഉയർത്തിപ്പിടിക്കുകയും ചെയ്യും, എന്റെ ചെവി ശ്രദ്ധിച്ചിരിക്കുകയും ചെയ്യും. എന്റെ നാമം ഈ ആലയത്തിൽ എന്നേക്കും ഇരിക്കേണ്ടതിന് ഞാൻ ഇപ്പോൾ അതിനെ തിരഞ്ഞെടുത്ത് മതി. ഇവിടെ
ഇത് മനുഷ്യരോട് ഒരു പ്രവാചകൻ പറയുന്ന വാക്കുകളോ ഒന്നുമല്ല. ശലോമോൻ രാജാവിനോട് നേരിട്ട് ദൈവം പറയുന്നതാണ്. ഇവിടെ പറയുന്നത് 12-ാം വാക്യം, അതിന്റെ ശേഷം യഹോവ രാത്രിയിൽ ശലോമോന് പ്രത്യക്ഷ അവനോട് അരുളിച്ചത് എന്തെന്നാൽ, ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ട് ഈ സ്ഥലം എനിക്ക് യാഗത്തിന് ആലയമായി തിരഞ്ഞെടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ അവിടെ അത് ദേവാലയത്തെ പ്രതിഷ്ഠയൊക്കെ നടന്ന ശേഷമുള്ള സംഭവമാണ്. അപ്പൊ ഇത് ദൈവത്തിന്റെ ആലയമായി തിരഞ്ഞെടുത്തിരിക്കുന്നു. മഴ പെയ്യാതിരിക്കേണ്ടതിന് ഞാൻ ആകാശം അടയ്ക്കുകയോ. അപ്പം ആകാശത്തെ അടയ്ക്കുകയും ആകാശത്ത് തുറക്കുകയും ദൈവമാണ്. നമ്മൾ രാജാക്കന്മാരുടെ പുസ്തകം കൃത്യമായിട്ട് അറിയാം, മഴ പെയ്ക്കുന്നത് മഴ പെയ്ക്കാതിരിക്കുന്ന ദൈവത്തിന് കയ്യിൽ, അല്ലാതെ ഇവിടെ മറ്റൊരു ദൈവത്തിന്റെ പറയുന്നുണ്ടെങ്കിൽ ഒരു ദേവന്മാരുടെയും കയ്യിലല്ല, അത് ദൈവത്തിൽ തന്നെയാണ് പൂർണ്ണ. അപ്പം ഫ്ലഡൊക്കെ വരുന്നത് ദൈവം അറിയാതെയാണോ? മഴ പെയ്ക്കുന്ന ദൈവം അറിയാതെയാണോ? അല്ല. അപ്പൊ അതുകൊണ്ട് എന്നിട്ട് ദൈവം തന്നെ ഞാൻ ആകാശം മഴ പെയ്യാതിരിക്കുന്ന ആകാശം അടയ്ക്കുകയോ. ഹല്ലേലൂയ. അതുവഴി ദേശത്തെ തിന്നുമുടിക്കുന്ന വെട്ടുക്കിളിയോട് കൽപ്പിക്കുകയോ. അപ്പം ദേശത്ത് ചില സമയത്ത് വെട്ടുക്കിളിയൊക്കെ വരുന്ന ദേശത്ത് തിന്നുന്ന ചില ഹാലേലിയ ചില ഇതൊക്കെ വരുന്നത് എങ്ങനെയാ വെച്ചാൽ അത് ദൈവം അയക്കുന്നതാണ്. എന്നിട്ട് അടുത്ത് പറയുന്നത്, എന്റെ ജനത്തിന്റെ ഇടയിൽ മഹാമാരി വരുത്തിയോ ചെയ്താൽ. എന്റെ ജനത്തിന്റെ ഇടയിൽ മഹാമാരി, ഇവിടെ മഴയല്ല ഉദ്ദേശിക്കുന്നത്. ഹാലേലി മഹാമാരി എന്ന് പറയുന്നത് കോവിഡ് പോലുള്ള ചില രോഗത്തിനെയാണ് പറയുന്നത്. അങ്ങനെ മഹാമാരി വരുത്തുകയോ ചെയ്താൽ എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനം ഞങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എന്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തുകയും ചെയ്യും. അപ്പൊ എന്തിനു വേണ്ടേ ഇത്? അപ്പൊ ജനം ദുർമാർഗം വിട്ടുതിരിഞ്ഞ് ദൈവമുഖം അന്വേഷിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ തരുന്നതെന്ന് വെച്ചാൽ അത് ഞങ്ങളെ നശിച്ചിപ്പിച്ച് കളയണമെന്ന് വിചാരിച്ചല്ല ദൈവം. പക്ഷെ ആ കൂട്ടത്തിൽ കുറെ പേര് നശിച്ചു പോകാറുണ്ട്. അതിന് കാരണം എന്താന്ന് ചോദിച്ചാൽ അവരവരുടെ ദുർമാർഗങ്ങളെ വിട്ടു തിരിയുന്നില്ല, അവർ ദൈവമുഖം അന്വേഷിക്കുന്നില്ല. ഹല്ലേലൂയ. അങ്ങനെ ചെയ്യുമെങ്കിൽ ഇത് കാരണം കോവിഡിന്റെ കാര്യത്തിൽ എനിക്ക് 100% ഉറപ്പായിരുന്നു. ഹാലേലൂയ, അത് ദൈവത്താൽ സംഭവിക്കും. കാരണം വെച്ചാൽ 2010 ഞാൻ പറഞ്ഞിട്ടുണ്ട്, 2019 എൻഡ് ആയപ്പോൾ ഹാലേലൂയ ഏതാണ്ട് 31 ഡിസംബറിന് മുമ്പ് ഹാലേലൂയ ദൈവം എന്നോട് പറഞ്ഞു 2020 ഞാൻ കേൾക്കുന്ന ശബ്ദമാണ് 2020 ഇയർ ഓഫ് ഗ്രേസ് എന്ന് പറഞ്ഞു. ഹാലേലൂയ. അപ്പം കാരണം എല്ലാവരും 2020 ഭയങ്കര എന്താ പറയാ ഷൈനിങ് ഓഫ് ദി ഇയർ മറിച്ച് ഒത്തിരി ഇതായിട്ട് സൂപ്പർ നാച്ചുറൽ ഇയർ എന്നൊക്കെ പറയുമ്പം അത് ദൈവം എന്നോടൊപ്പം ഞാൻ ചതന്ത കർത്താവ് ഇയർ ഓഫ് ഗ്രേസ് എന്ന് പറയുക പറഞ്ഞു. 2020 ഹാലേലൂയ ജീവിക്കാൻ പോകുന്നത് എല്ലാ മനുഷ്യനും ദൈവത്തിന്റെ കൃപയിൽ മാത്രമേ ജീവിക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. ഹാലേലൂയ, ആ കൃപയാണെന്ന്. അപ്പൊ ഞാൻ നമ്മുടെ എല്ലാ പ്രാവശ്യം ഒരു ക്യാപ്ഷൻ ഇടുമല്ലോ 2020 ഇയർ ഓഫ് ഗ്രേസ് എന്നും പറഞ്ഞു. ഞാൻ അങ്ങനെ നമ്മുടെ ഒരു പ്രേയർ ഗ്രൂപ്പ് ഉണ്ട്, അന്ന് സൂം ഒന്നുമില്ല ആ സമയത്ത്. അപ്പൊ ദൈവം അത് കഴിഞ്ഞ് കോവിഡ് സ്റ്റാർട്ട് 2019 എവിടെയോ എന്തൊക്കെയോ കേട്ടെന്നല്ലാതെ 2020 ശരിക്കും കോവിഡ് വന്നു. ആ സമയത്ത് ദൈവം എന്നോട് പറഞ്ഞു എന്താണ് ഇത് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായി. അത് കഴിഞ്ഞപ്പോൾ ഞാൻ കോവിഡ് ഒന്ന് പ്രാർത്ഥിച്ചു. ഞാൻ ഇത് പ്രാർത്ഥിച്ച് കർത്താവ് ഇത് മാറുന്നവർ കർത്താവ് ദൈവശക്തി കൃത്യമായിരുന്നു, നീ പ്രാർത്ഥിക്കരുത്, ഇത് മാറാൻ വേണ്ടി പ്രാർത്ഥന. അപ്പോഴും പലരും പ്രവചിച്ചു ഈ മാർച്ചിൽ മാറും, ഏപ്രിൽ മാറും, മെയ്യിൽ മാറും. ദൈവം പറയും ഇപ്പോഴൊന്നും അത് മാറത്തില്ല, നീ അത് പ്രാർത്ഥിക്കുകയും വേണ്ട. കാരണം ഹല്ലേലൂയ ഇത് ഇപ്പോഴൊന്നും ഈ അടുത്ത സമയത്തൊന്നും ഇത് മാറാൻ പോകുന്നില്ല. പക്ഷെ ഒരു കാര്യം പ്രാർത്ഥിച്ചോണം, നിനക്കുള്ളതിനെയും പ്രൊട്ടക്ട് ചെയ്ത് നീ പ്രാർത്ഥിച്ചോണം. ഹാലേലൂയ. യേശുക്രിസ്തു രക്തം കൊണ്ട് അല്ലാതെ മറ്റൊരാൾക്ക് വേണ്ടി ഇത് മാറാൻ വേണ്ടി ദേശത്തുനിന്ന് മാറാൻ പ്രാർത്ഥിക്കാൻ പാടില്ല. കൃത്യമായി ഞാൻ ദൈവശബ്ദം കേട്ടതാണ്. കാരണം അപ്പൊ ദൈവം അത് എന്തുകൊണ്ടാണ് നമ്മളോട് പറഞ്ഞതിന്റെ കാര്യം, ഇന്നും മാറിയിട്ടില്ല കോവിഡ്. ശരിക്കും ഇന്ന് വകഭേദങ്ങളൊക്കെ ആയി മാറി വരുന്നതേ ഉള്ളൂ. ഹാലേലൂയ. പക്ഷേ കോവിഡ് പൂർണ്ണമായും നമ്മുടെ ലോകത്ത് നിന്ന് ഇതുവരെ മാറിയിട്ടില്ല, വൈറസ് മാറിയിട്ടില്ല. ഹാലേലൂയ. പക്ഷേ അത് വന്ന ദൈവം അറിയാണ്ടല്ല എന്ന് ഞാൻ പറഞ്ഞേക്കാണ്. അപ്പൊ പലരും പറയും അത് ദൈവം അയച്ചെന്ന് പറയുന്നത് ആമി പോഷത്തെ പറയും ദൈവം അയക്കാതില്ല, ദൈവം അറിഞ്ഞിട്ടല്ല, അല്ലെങ്കിൽ ദൈവം അങ്ങനെ ചെയ്യട്ടെ. ഞാൻ എപ്പോഴും ഞാൻ പറയുന്നത്, ഞാൻ എന്റെ വിശ്വാസം അനുസരിച്ച് പറയാം, ദൈവം അറിയാണ്ട് ഒരു പിശാച് ഒന്നും ഒരിടത്തേക്കും കൊണ്ടുവരത്തില്ല. അല്ലേ? നമ്മുടെ ജീവിതത്തിലായിട്ട് ഒരു ഭാരമായിട്ട്, ഒരു രോഗമായിട്ട്, ഒരു പ്രശ്നമായിട്ട് ഒന്നും പിശാചാരി മിക്കവാറും ഇതൊക്കെ കൊണ്ടുപോയി ഇത് സ്പ്രെഡ് ചെയ്യാനൊക്കെ ദൈവം കൊടുക്കുന്ന പിശാചിന്റെ കയ്യിൽ തന്നെയാണ്. അതിനകത്ത് ഒരു സംശയമില്ല. പക്ഷെ ഇത് സ്പ്രെഡ് ചെയ്ത് നമ്മുടെ ഹാലേലൂയ നമ്മുടെ ദാവീദിന്റെ കാലത്ത് കാണുന്നുണ്ടല്ലേ, അനർത്ഥ ദൂതൻ ഹാലേലൂയ മഹാമാരി അത് അങ്ങനെ വന്ന് ഇങ്ങനെ ദേശത്തെ നേരെ കൈ നീട്ടുമ്പോൾ ഹാലേലൂയ അവിടെ കടന്ന് ദാവീദ് നിലവിളിക്കുമ്പോൾ ദൈവം പറയും സ്റ്റോപ്പ്, നിർത്ത്. ഹാലേലൂയ. അപ്പൊ അവിടെ നിർത്താൻ ദൈവം പറയുമ്പോഴാണ് അത് നിൽക്കുന്നത്. ദൈവം പറയാതെ ഒരിക്കലും നിൽക്കത്തില്ല. നമ്മൾ എത്രയൊക്കെ നമുക്ക് അധികാരം നമ്മൾ പറയും, നമ്മൾ അധികാരത്തോട് പറയുമ്പോൾ ചില സമയത്ത് കാര്യങ്ങൾ സംഭവിക്കുക, നമ്മൾ പറയുന്ന അധികാരം, നമ്മൾ ഉപയോഗിക്കുന്ന അധികാരം യേശുക്രിസ്തുവിന്റെ നാമമാണ് ഉപയോഗിക്കുന്നത്.
അവിടെയാണ് അത് സ്റ്റോപ്പ് ആകുന്നത്. ഹാലലൂയ. നമ്മൾ എന്ത് കാര്യം ഇപ്പൊ നമ്മുടെ നാട്ടിൽ കേരളത്തിലൊക്കെ വലിയ മഴയും മറ്റും കാറ്റും ഒക്കെ വരുമ്പോൾ നമ്മൾ കൽപ്പിക്കുമ്പോൾ നിൽക്കാറുണ്ട്. ഹാലലൂയ. അതുപോലെ എന്താ പറയുക, നേരത്തെ കാലാവസ്ഥയെ കുറിച്ചൊക്കെ ദൈവം വെളിപ്പെടുത്തുമ്പം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അത് മാറിപ്പോകാറുണ്ട്. എന്തുകൊണ്ടാണ് കാരണം? ഹാലലൂയ. ഇത് ദൈവം നമുക്ക് വെളിപ്പെടുത്തുക വെച്ചാൽ അപ്പൊ അത് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ്. ജനം ഹാലലൂയ എന്താ പറയാ, ദൈവസന്നിധി ഇരിക്കണം, ദൈവസന്നിധി ഹാലലൂയ ആമേ, നമ്മൾ ദൈവത്തെ അറിയണം, ദൈവത്തോട് കൂടുതൽ അടുക്കണം. ഇതിനൊക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു ശോധന, ഒരു വേദനയൊക്കെ ദൈവം തരുന്നെങ്കിൽ അതിന് മറ്റൊരു ഉദ്ദേശം ദൈവത്തിനില്ല. ദൈവത്തെ നമ്മളെ നശിപ്പിച്ച് കളയാനല്ല, തന്നെ സ്നേഹിക്കുന്ന നിർണയപ്രകാരം വിളിക്കപ്പെട്ട സകലം നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നത്. നമുക്ക് നന്മയ്ക്കാ ദൈവം. എന്താണ് നമ്മുടെ നന്മയെന്ന് വെച്ചാൽ നമ്മൾ ദൈവത്തോട് കൂടുതൽ ചേർന്നിരിക്കും. നമ്മൾ ദൈവത്തോട് ചേർന്നിരിക്കും. നമ്മളിൽ ദൈവത്തിൻ്റെതല്ലാത്ത എന്തെങ്കിലുമൊക്കെ സ്വഭാവങ്ങൾ ഉണ്ടെങ്കിൽ അത് മാറിപ്പോകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുള്ളൂ. നമ്മൾ ദൈവത്തിന്റെ അടുക്കിലേക്ക് ഒന്ന് ചെല്ലണം. ഹാലലൂയ. നമ്മുടെ ജീവിതത്തിൽ ഒരു വിഷമം വരുമ്പോഴല്ലേ നമ്മൾ ഏറ്റവും കൂടുതൽ ദൈവത്തോട് അടുത്ത് ചെല്ലുന്നത്, ദൈവമോ അന്വേഷിക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടാ യോവേൽ പ്രവാചകന്റെ പുസ്തകം കൊണ്ടുവന്നെടുക്കാവോ സിസ്റ്റർ? രണ്ടാം അധ്യായം. രണ്ടാമത്തെ 25-ാം വാക്യം, 25, 26, 27 വാക്യം വായിച്ചു. ഞാൻ നിങ്ങളുടെ ഇടയിൽ അയച്ചിരിക്കുന്ന എന്റെ മഹാസൈന്യമായ വെട്ടുക്കിളിയും വിട്ടിലും തുള്ളനും പച്ചപ്പുഴവും തിന്നുകളഞ്ഞ സംവത്സരങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് പകരം നൽകും. നിങ്ങൾ വേണ്ടുവോളം ഭക്ഷിച്ച് തൃപ്തരായി നിങ്ങളോട് അത്ഭുതമായി പ്രവർത്തിച്ചിരിക്കുന്ന നിങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ സ്തുതിക്കും. എന്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല. ഞാൻ ഇസ്രായേലിന്റെ നടുവിലുണ്ട്. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവ, മറ്റൊരുത്തനുമില്ല എന്ന് നിങ്ങൾ അറിയും. എന്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകുകയുമില്ല. ആമേൻ. നമുക്ക് പ്രവാചന പുസ്തകം 1-ാം അധ്യായം വായിക്കാൻ നമുക്കറിയാം. അവിടെ എന്താ പറയാ, അവിടെ എല്ലാം വെട്ടുക്കിളിയും തുള്ളനും പച്ചപ്പുഴൊക്കെ അവരെ എല്ലാത്തിനും നശിപ്പിച്ച് കളയുന്ന അവരൊരു പ്രതികൂലത്തിലൂടെ കടന്നു പോകുന്നൊരു കാലഘട്ടമൊക്കെ നമ്മൾ മനസ്സിലാവുന്നത്. ഇവിടെ പറയുന്ന 25-ാം വാക്യം, ഞാൻ നിങ്ങളുടെ ഇടയിൽ അയച്ചിരിക്കുന്ന എന്റെ മഹാസൈന്യമായ വെട്ടുക്കിളിയും. ആമേ, ഹാലലൂയ. അപ്പം ദൈവത്തിന്റെ മഹാസൈന്യമാണ് അവിടെയുള്ള അയച്ച വെട്ടുക്കിളിയും തുള്ളനും എന്ന് പറയാം. അപ്പൊ ദൈവം അയച്ച ദൈവത്തിന്റെ മഹാസൈന്യം എന്തോന്നാ? ദൈവത്തിന്റെ മഹാദൂതന്മാരെ അയച്ചെന്നല്ല പറഞ്ഞേക്കുന്നത്. തുള്ളൻ, പച്ചപ്പുഴു, വെട്ടുക്കിളി, ഇതൊക്കെയാണ് ദൈവത്തിന്റെ മഹാസൈന്യം. ഹല്ലേലൂയ. ആമേ. ദൈവത്തിന്റെ മഹാസൈന്യം എന്ന് പറഞ്ഞത് ഇവിടെ പറഞ്ഞേക്കുന്നത് നമ്മൾ നോക്കുമ്പോൾ ദൈവത്തിന്റെ സൈന്യം ദൂതന്മാരും, നമ്മൾ വിചാരിക്കും ഏഞ്ചൽസാ ദൈവത്തിന്റെ സൈന്യം അല്ലേ? സർവ്വസൈന്യാധിപൻ യേശു എന്നൊക്കെ പാടുമ്പം നമുക്കറിയാം ഹല്ലേലൂയ. ആമേൻ. കോടാനുകോടി ദൂതന്മാരുമായിട്ട് ഇറങ്ങി വരുന്ന ദൈവത്തെ കർത്താവിനെ നമ്മൾ കാണുന്നത്. കാരണം ഇവിടെ പറഞ്ഞേക്ക് എന്റെ മഹാസൈന്യമായ കർത്താവ് പറഞ്ഞ മഹാസൈന്യം എന്തൊക്കെ? ഒന്ന് വെട്ടുക്കിളി, അടുത്ത തുള്ളൻ, അടുത്ത പച്ചപ്പുഴു, ഇതൊക്കെ തിന്നുകളഞ്ഞ സംവത്സരങ്ങൾക്കിടെ ഞാൻ നിങ്ങൾക്ക് പകരം നൽകും. ഇതെല്ലാം എന്റെ സൈന്യത്തെ ഞാൻ അയച്ചതാ. അതെല്ലാം തിന്നുകളഞ്ഞ് നമ്മുടെ നന്മകളെല്ലാം നശിപ്പിച്ചു കളഞ്ഞു. അതിന് പകരം സംവത്സരങ്ങൾ ഞാൻ പകരം തരും. എപ്പോഴാ ഇത് പറയുന്നത് വെച്ചാൽ, ജനം തന്നെത്താൻ താഴ്ത്തി. ഇവിടെ 13-ാം വാക്യം തന്നെ, വസ്ത്രങ്ങളെ അല്ല ഹൃദയങ്ങളെ തന്നെ കീറി നിങ്ങളെ ദൈവമായ യഹോവയുടെ അടുക്കിലേക്ക് തിരിവിൻ. പലപ്പോഴും വസ്ത്രങ്ങളെ കീറി നടക്കും. നമ്മൾ പുറമേ എന്തൊക്കെ കാണിച്ചുകൊണ്ട് ഉപവസിക്കാനിരിക്കും. പക്ഷേ ഉപവാസം അവർ ഉപവാസം എങ്ങനെയൊക്കെ വസ്ത്രം കീറി, സാധാരണ അവരുടെ ജൂതന്മാരെ വെച്ച് വസ്ത്രം കീറിയിട്ട് ചാരത്തിട്ടതൊക്കെ. പക്ഷേ ദൈവം പറയാം, വസ്ത്രങ്ങളെ അല്ല നിങ്ങളുടെ ഹൃദയങ്ങളെ തന്നെ കീറി ദൈവത്തിലേക്ക് എത്തും. അപ്പൊ നമ്മുടെ ഹൃദയത്തിൽ എന്തൊക്കെയുണ്ടോ അതിനെല്ലാം ഒന്നും കൂടെ നമ്മൾ ഹൃദയത്തെ കീറാന്ന് വെച്ചാൽ എന്താ? ഹൃദയം തുറക്കണം. അതിലിരിക്കുന്ന എല്ലാം കളഞ്ഞ് നിഷ്കളങ്കതയോടെ നേരോടുകൂടി ദൈവത്തിന്റെ തിരിയണം. ആ തിരിഞ്ഞ് എന്റെ മുഖം നിങ്ങൾ അന്വേഷിച്ചപ്പോൾ, അന്വേഷിക്കണമെന്ന് പറഞ്ഞു. അത് അങ്ങനെ ജനം അന്വേഷിച്ചപ്പോൾ ദൈവത്തിന്റെ അരുളപ്പാടാണ്. നിങ്ങൾക്ക് ഞാൻ മുൻമഴയും പിന്മഴയും തരുമെന്നൊക്കെ പറഞ്ഞു. നഷ്ടപ്പെട്ട എല്ലാം രാവിലെ മടക്കി തരാം. അപ്പൊ ഞാൻ അതിന് മുമ്പുള്ള വാക്യങ്ങൾ വായിക്കാതിരുന്ന വെച്ചാൽ എല്ലാവർക്കും അറിയുന്ന ഭാഗമായതുകൊണ്ട്. ഹല്ലേലൂയ. അപ്പം അടുത്ത 24-ാം വാക്യം വായിക്കുകയാണെങ്കിൽ, 23 വായിക്കുകയാണെങ്കിൽ, സിയോൻ മക്കളെ ഘോഷിച്ചുല്ലസിച്ച് നിങ്ങളുടെ ദൈവമായ യഹോവയിൽ സന്തോഷിപ്പിൻ. അവൻ തക്ക അളവായി നിങ്ങൾക്ക് മുൻമഴ തരുന്നു.
അവൻ മുമ്പേ പോലെ നിങ്ങൾക്ക് മുൻമഴയും പിന്മഴയും വർഷം പെയ്ച്ചു തരുന്നു. അങ്ങനെ കളപ്പുരകൾ ധാന്യം കൊണ്ട് നിറയും, ചക്കുകൾ വീഞ്ഞും എണ്ണയും കൊണ്ട് കവി. ഞാൻ നിങ്ങളുടെ ഇടയിൽ അയച്ച എന്റെ മഹാസേന വെട്ടുക്കിളിയും വിട്ടിലും തുള്ളനും പച്ചപ്പുഴും തിന്നുക സംവത്സരങ്ങൾക്ക് ഞാൻ നിങ്ങൾക്ക് പകരം തരും. ഹാലലിയ. വീണ്ടും അവരുടെ ഒരു അഭിവൃദ്ധി. ഹാലലിയ. അവരുടെ കൊയ്ത്ത്. ദൈവം കൊടുക്കും. എപ്പോഴാ കൊടുക്കും എന്ന് പറഞ്ഞത്? അവരുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിഞ്ഞ് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞപ്പോൾ, അവരുടെ ഹൃദയങ്ങളെ കീറി ദൈവമുഖം അന്വേഷിച്ചപ്പോൾ, ഹാലലിയ. അപ്പൊ നമ്മുടെയൊക്കെ ദേശത്ത്, നമ്മുടെയൊക്കെ രാജ്യത്തും ഒക്കെ പലപ്പോഴും പല പ്രകൃതിക്ഷോഭങ്ങൾ പോലെ വരുന്നു. അത് നാച്ചുറലായി സംഭവിക്കുന്ന കാര്യങ്ങളല്ല. ദൈവത്തിന്റെ തീരുമാനപ്രകാരം എന്തിനാ വരുന്നതെന്ന് വെച്ചാൽ ജനത്തിന്റെ മ്ലേച്ഛതകൾ വിട്ട് തിരിയാത്തത് കൊണ്ട്, അവരുടെ ദുർമാർഗങ്ങൾ ആയിരിക്കുന്നതുകൊണ്ട് സംഭവിക്കുന്നു. അതിന് നമ്മൾ ദൈവമുഖം അന്വേഷിക്കുമ്പോഴാണ് ദൈവം അത് എന്തിനും അപ്പോഴും നമ്മൾ ഇത് എന്തിനു വേണ്ട? ദോഷത്തിന് വേണ്ടിയാണോ ദൈവം തരുന്നത്? അല്ല. കാരണം ഇങ്ങനെ ഈ ഭൂമിയിൽ നിങ്ങൾ ഇങ്ങനെ ജീവിച്ചാൽ നിങ്ങൾക്ക് നിത്യ നരകമാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അതിൽ നിന്ന് നിങ്ങളെ പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ടും അതിൽ നിന്ന് മാറ്റി ദൈവത്തിൽ എപ്പോഴും നമ്മളെ ദൈവത്തോട് കൂടെ നിത്യതയിൽ കാണും, അല്ലെങ്കിൽ ദൈവത്തോട് കൂടെ നമ്മൾ വസിക്കണം ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ദൈവം അത് ചെയ്യുന്നത്. ദൈവം എന്ത് കാര്യം ചെയ്യുമ്പോൾ ദൈവത്തിന് ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ. എങ്ങനെയും നമ്മൾ ദൈവത്തോട് ചേർന്ന് നിൽക്കണം, ദൈവത്തിന്റെ അടുക്കിലേക്ക് ചേർത്ത് നിർത്തണം. ആമേൻ. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് ചില സമയങ്ങളൊക്കെ നമ്മൾ ചിലപ്പോൾ നമ്മൾ നമ്മുടെ മക്കളോട് പറഞ്ഞാൽ കേട്ടില്ല, ചിലപ്പോൾ അടിക്കും നമ്മളല്ലേ, തല്ലിയൊക്കെ അനുസരിപ്പിക്കാറുണ്ട്. എന്തിനാ? അപ്പം അപ്പൻ അമ്മ ഒരിടത്ത് ദൈവം കർത്താവിന് ഇവിടെ ഇതിൽ നമ്മൾ പുതിയ നിയമത്തിൽ വായിക്കുന്നുണ്ടല്ലേ, നിങ്ങളുടെ അപ്പന്മാർ നിങ്ങളെ ശിക്ഷിച്ചപ്പോൾ നിങ്ങൾ മിണ്ടാതെ കേട്ടല്ലേ. അപ്പൊ അപ്പൻ ശിക്ഷിക്കാത്ത മക്കൾ ആരാ ഉള്ളത്? അപ്പൊ ദൈവം നമ്മളെ ബാലശിക്ഷ കഴിക്കുന്നു. ചില സമയങ്ങളിൽ നമുക്ക് ദൈവത്തിന്റെ അടി കിട്ടാറുണ്ട്. എന്താ കിട്ടുന്നത്? അത് വന്നിങ്ങനെ വടികൊണ്ട് അടിക്കുകയല്ല ദൈവം ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ചിലതിനെയൊക്കെ ദൈവം കട്ട് ചെയ്യും, ചിലതൊക്കെ എടുത്തു മാറ്റും, ചില വിഷമങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുതരും, ചില പ്രയാസങ്ങളിൽ നമ്മൾ കടന്നു പോകും. അതൊക്കെ എന്തിനാന്ന് വെച്ചാൽ ദൈവം ചില ബാലശിക്ഷകൾ കഴിക്കുക നമ്മുടെ ജീവിതത്തിൽ. ഹാലലിയ. എന്തുകൊണ്ടാണ്? എന്തിനാ വേണ്ടിയിട്ട്? അപ്പൊ നമ്മൾ വീണ്ടും ഒന്നും കൂടെ ദൈവത്തോട് ചേർന്നിരിക്കാൻ വേണ്ടിയിട്ട് ദൈവവുമായി നമ്മൾ അടുത്ത് വരും തോറും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നിൽക്കുന്ന ചില ഇരുട്ടിന്റെ ശക്തികളൊക്കെ വിട്ടുപോകും. കാരണം വെച്ചാൽ നമ്മൾ ദൈവത്തോട് അടുത്തും പിശാചിനോട് എന്നാലും നമ്മൾ അകന്നു മാറും. നമ്മൾ എന്തെങ്കിലും എന്ത് മോഹം ഉണ്ടെങ്കിലും പറയും. ഇപ്പൊ നമ്മുടെ സമയമൊക്കെ നമ്മൾ ഒരു ദിവസം സമയം എടുത്തു നോക്കിയേ, 24 മണിക്കൂർ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. 6-8 മണിക്കൂർ മാക്സിമം നമ്മൾ ഉറങ്ങുന്നു വെച്ചോ. 8 മണിക്കൂർ ഇപ്പൊ ആരും വലിയവരൊക്കെ ഉറങ്ങുന്നില്ല. ബാക്കിയുള്ള സമയത്തെ ഒരു 14 മണിക്കൂർ നമുക്ക് 13 മണിക്കൂർ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ആ മണിക്കൂറുകളെ നമ്മൾ എങ്ങനെ സ്പെൻഡ് ചെയ്യുന്നു? അവിടെ ആരോട് കൂടി നമ്മൾ കൂടുതൽ സമയം ഇരിക്കുന്നു എന്നുള്ളതൊക്കെ ദൈവത്തിന് വലിയ ഇമ്പോർട്ടൻറ്റ്. ഇപ്പൊ നമ്മൾ കൂടുതൽ സമയം നെറ്റ്വർക്കിലോ സോഷ്യൽ മീഡിയയിലോ മറ്റു കാര്യങ്ങൾക്കൊക്കെ ആണെങ്കിൽ ദൈവം നോക്കുന്നത് ദൈവത്തോട് നമ്മൾ. അപ്പൊ ദൈവം ആഗ്രഹിക്കുന്ന അതിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ടൈം എനിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അല്ലെങ്കിൽ നമ്മുടെയൊക്കെ നാട്ടിൽ പറയുന്ന ഈ സന്ധ്യാസമയമൊക്കെ ഭയങ്കര ഈ ചാനലുകാരൊക്കെ വെച്ച് നോക്കുമ്പോൾ അവർക്ക് ഭയങ്കര റേറ്റിംഗ് ഉള്ള സമയമാണ്. കാരണം അവർ റേറ്റിംഗ് എടുക്കുന്ന ആ ടൈം വെച്ചിട്ട് റേറ്റിംഗ് എന്ന് വെച്ചാൽ ഈ സമയങ്ങൾ വളരെ ഹൈ റേറ്റിംഗ് TV ചാനലുകാരൊക്കെ കിട്ടുന്ന സമയം ദൈവം ആഗ്രഹിക്കുന്ന ഹൈ റേറ്റിംഗിന്റെ സമയം TV ചാനലിന് മുമ്പിൽ ഇരിക്കാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. അത് നമ്മൾ ദൈവത്തോട് കൂടി ഇരിക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഏറ്റവും വിലപ്പെട്ടതായിട്ട് പറയുന്ന സമയങ്ങളൊക്കെ, അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്ന സമയങ്ങളൊക്കെ അത് ദൈവത്തിന് കൊടുക്കാനുള്ളതാണ്. അങ്ങനെ കൊടുക്കാതിരിക്കുമ്പോൾ അങ്ങനെ നമ്മൾ ദൈവമുഖം അന്വേഷിക്കുക, അങ്ങനെ ദൈവത്തോട് ചേർന്ന് അതിൻ്റെ കൂടെ മറ്റുള്ളവർ ദൈവം എന്തോടെ ദുർമാർഗങ്ങൾ നടക്കുന്നവരെ, മ്ലേച്ഛതയിലൂടെ പോകുന്നവരെ, ദൈവമുഖം അന്വേഷിക്കാത്തവരെയൊക്കെ ദൈവമുഖം അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള മഹാമാരികൾ ഇതൊക്കെ ദേശത്തിലേക്ക് വരുന്ന ചില അനർത്ഥങ്ങളൊക്കെ വരുന്നതിന്റെ കാര്യം. ഇപ്പോഴും നമ്മൾ കേട്ടോണ്ടിരിക്കുന്നത് പുതിയ വൈറസുകൾ അല്ലേ, മസ്തിഷ്ക ജ്വരം, നമ്മളെ മെനഞ്ചൈറ്റിസ് ഒക്കെ പോലെ അതുപോലെ സംഭവമാണല്ലേ. വന്നു കഴിഞ്ഞാൽ 48 മണിക്കൂറിനുള്ളിൽ കഴിയും. ഹല്ലേലൂയ. അപ്പൊ ഇതൊക്കെ പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളിലൊക്കെ ഇത് വന്നു കഴിഞ്ഞാൽ അവർക്ക് എന്താന്ന് പോലും മനസ്സിലാകത്തില്ല. അതിനു മുമ്പ് ഇതൊക്കെ എന്തുകൊണ്ടാണ് വരുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊക്കെ എല്ലാം ഒരു സ്വാഭാവികമായിട്ടൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷെ ഇത് സ്വാഭാവികമായിട്ടല്ല, ഇതിന്റെ എല്ലാം പിന്നിൽ കാരണങ്ങളുണ്ട്. ശത്രുവാണ് കയറണമെങ്കിൽ വൈറസ് ഒക്കെ പിശാചിന്റെ ആ ഡിപ്പാർട്ട്മെന്റ് ദൈവം അവരെ വിട്ട് തന്നെ ചെയ്യിക്കുന്നത്. ഹല്ലേലൂയ. പക്ഷേങ്കില് അവിടെയെല്ലാം അത് വരുന്നതിന്റെ കാരണം നമ്മൾ അന്വേഷിക്കണം.
നമ്മുടെ ജീവിതത്തിൽ ഹാലേലിയ ചില കാര്യങ്ങൾ കടന്നു വരുമ്പോൾ അത് എന്തുകൊണ്ട് വരുന്നു എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ്, ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, നമ്മുടെ യോബിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ പറയും, യോബിന് ഒരു കാര്യം ഉറപ്പുണ്ട്, യോബിന്റെ ജീവിതത്തിൽ ഈ കാര്യങ്ങൾ കടന്നു വന്ന് യോബ് പാപം ചെയ്തിട്ടല്ല, അറ്റ്ലീസ്റ്റ് അതെങ്കിലും നമ്മൾ ഉറപ്പാക്കണം. നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു അനർത്ഥം, ഒരു വിഷം, ഒരു പ്രയാസം കടന്നു, ഇത് എന്തുകൊണ്ട് വന്നു, ഇത് ദൈവം എന്തിനു വേണ്ടിയിട്ട് അയച്ചു, നമ്മുടെ പാപം നിമിത്തമാണോ, ദൈവം നമ്മൾ ഒന്നും കൂടെ ദൈവത്തോട് അടുപ്പിക്കാൻ വേണ്ടി, അതോ ദൈവം പിശാചിന്റെ കയ്യിലേക്ക് നമ്മൾ പരീക്ഷിക്കാൻ കൊടുക്കുന്നുണ്ട്, ഇങ്ങനെ പല കാരണങ്ങൾ അതിനകത്തുണ്ട്. ഇത് എന്താണെന്ന് അന്വേഷിക്കണം. അല്ലാതെ ദൈവം ഒരിക്കലും ദോഷങ്ങളെ നമ്മളെ പരീക്ഷിക്കത്തില്ല, അല്ല ദൈവം അന്ന് പറഞ്ഞിട്ട് നടക്കരുത്. ദൈവത്തിന്റെ പെർമിഷൻ ഇല്ലാതെ, ദൈവം അനുവദിക്കാതെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കത്തില്ല. തലയിലെ മുടി എണ്ണിയിരിക്കുന്നെങ്കിൽ അതൊന്നും താഴെ വീണ ദൈവം അറിയാതെ വീഴത്തില്ലെങ്കിൽ എന്ത് കാര്യം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും, അതിനൊരു കാരണമുണ്ട്. ഇത് നമ്മൾ അറ്റ്ലീസ്റ്റ് മനസ്സിലാക്കിയിരുന്നു എന്താ കാരണമെന്ന്. ഇത് മനസ്സിലാക്കി നമ്മൾ പറയത്തില്ല, രോഗത്തെ തിരിച്ചറിഞ്ഞാൽ ഹാലേലിയ പകുതി ജയിച്ചു, ചികിത്സയ്ക്ക് എളുപ്പമാണ്. ഇതെന്താണ് കാരണമെന്ന് തിരിച്ചറിയണം. എന്ത് കാര്യം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും, ഇതിന് എന്താണ് റീസൺ, വൈ ഇറ്റ്സ്, എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്ന് നമ്മൾ അന്വേഷിക്കണം, നമ്മൾ അറിയണം. കാരണം ആരോട് നമ്മൾ ചോദിക്കണം, നമ്മൾ ദൈവത്തോട് തന്നെ ചോദിക്കാം. നമുക്ക് ദൈവത്തോട് തന്നെ സംസാരിക്കാം. ദൈവമേ, എന്താ ഇതെന്റെ ജീവിതത്തിൽ, എന്തിനാ ഇതെന്റെ ജീവിതത്തിൽ തന്നിരിക്കുന്നത്, എന്തുകൊണ്ടാ ഇത് വന്നത്, ഇനി എന്താ ഇതിനൊരു സൊല്യൂഷൻ, ഞാൻ ഇനി എന്താ ചെയ്യേണ്ടുന്നത്, ഞാൻ എന്താകണോ ദൈവം ആഗ്രഹിക്കുന്നത്, ഞാൻ എങ്ങനെ ഏത് ഭാഗമാണ് എനിക്ക് കറക്റ്റ് ചെയ്യേണ്ടത്, ഇതൊക്കെ ചോദിക്കണം ദൈവത്തോട് നമ്മൾ. അത് ദൈവത്തോട് നമ്മൾ ചോദിക്കുമ്പോഴാണ് ദൈവം നമ്മളോട് സംസാരിക്കാൻ തുടങ്ങും. അല്ലാതെ ഞാൻ പെർഫെക്റ്റ് ആണ്, അല്ലെങ്കിൽ ഇതൊന്നും ഇങ്ങനെ വരത്തില്ല, അത് അങ്ങനെ ആകത്തില്ല എന്ന് നമ്മൾ നമ്മുടെ അസംഷനിലേക്ക് എത്തരുതൊരു കാര്യവും. ഹാലേലൂയ. അവിടെ നമ്മൾ ആ കാര്യം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ നമ്മുടെ ഒരു കുറവ് കൊണ്ടാണ്, നമ്മുടെ ഒരു പോരായ്മ കൊണ്ടാണ്, ഒരു പാപം കൊണ്ടാണെങ്കിൽ നമ്മൾ ആ കാര്യം കണ്ടെത്തി അത് പരിഹരിക്കുന്ന സമയത്ത് ഇത് നമ്മൾ മാറിപ്പോയിക്കോളും. ഇതൊന്നുമല്ല, ദൈവത്തിന് ഇപ്പൊ നമ്മളെ കൂടുതൽ ദൈവത്തുമായിട്ട് സ്നേഹത്തില് ദൈവത്തോട് കൂടുതൽ അങ്ങോട്ട് അടുത്ത് വരാൻ വേണ്ടി, ഒന്ന് ആഴത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ നമ്മളൊന്ന് ദൈവത്തിന്റെ ഉള്ളങ്ങളിലേക്ക് അങ്ങോട്ട് കയറി ചെല്ലുന്നത് അതുപോലെ ഒന്ന് കയറി ചെല്ലാൻ വേണ്ടിയിട്ടാണെങ്കിൽ, ദൈവം അതിനു വേണ്ടിയിട്ടാണ് അത് മനസ്സിലാക്കി നമ്മൾ അത് തന്നെ ചെയ്യുക. അത് ചെയ്തു കഴിഞ്ഞാൽ അത് അതിലേക്ക് നമ്മൾ എത്തുമ്പോൾ അത് മാറിപ്പോയി. ഇവിടെ പറയുക എന്റെ സൈഡ്, എന്നിട്ട് എന്റെ മഹാസൈൻ വെട്ടുക്കിളിയും തുള്ളനും വീട്ടിലും തുള്ളനും പച്ചപ്പുഴും തിന്നുന്ന സംവത്സരങ്ങൾക്ക് ഞാൻ നിങ്ങൾക്ക് പകരം നൽകും. നിങ്ങൾ വേണ്ടുവോളം തിന്നു തൃപ്തരായി നിങ്ങളോട് അത്ഭുതകരമായി പ്രവർത്തിച്ചിരിക്കുന്ന നിങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ സ്തുതിക്കും. അപ്പം ഇത് ദൈവം കൽപ്പിച്ചത് വിട്ട് കാണുമ്പോൾ അപ്പം നമുക്ക് നല്ല സമൃദ്ധി ഉണ്ട്. നമ്മൾ ഇത് അത്ഭുതകരമായി പ്രവർത്തി ദൈവത്തിന് വേണ്ടി സ്തുതിക്കും. നമ്മൾ നന്മ വരുമ്പോൾ ദൈവത്തെ സ്തുതിക്കും, തിന്മ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ദൈവമേ, ഈ രോഗം എനിക്ക് തന്നതിനായ സ്തോത്രം 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 എന്ന് പറയാറുണ്ടോ? പറയാറുണ്ടോ? ഈ കഷ്ടത എനിക്ക് തന്നതിനായ സ്തോത്രം, ഈ കണ്ണുനീരിനായ സ്തോത്രം എന്ന് പറയാറുണ്ടോ? ഹല്ലേലൂയ. ചില അനുഭവങ്ങൾ ഇപ്പം അങ്ങനെ തന്നെ പറയണം. കാരണം ദൈവം ഇത് തന്നെങ്കിൽ ദാവീദ് പറയുന്ന കണക്ക് കഷ്ടത്തിലായത് ഗുണമായി. എന്താ നിന്റെ ചട്ടങ്ങൾ പഠിപ്പാൻ കാരണമായി. നമ്മൾ ചിലതൊക്കെ പഠിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ചില കഷ്ടങ്ങളിലൂടെ ഒക്കെ കടന്നു പോകണം. അത് പഠിച്ച് നമ്മളെ കൊള്ളാകുന്നവരെ പുറത്തെടുക്കാൻ വേണ്ടി ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ഒരു സങ്കടം, ഒരു പ്രയാസമൊക്കെ കയറി വരുന്നെങ്കിൽ, രോഗം, ഒരു അനർത്ഥമൊക്കെ കയറി വരുന്നെങ്കിൽ, നമ്മൾ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ദൈവത്തിന്റെ ചട്ടങ്ങൾ പഠിച്ചു പുറത്തു വരാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ദൈവത്തിന് ഉപയോഗിക്കണം, ദൈവത്തിന് കൊള്ളാകുന്നവരായി മാറണം. ദൈവം ആഗ്രഹത്തിലേക്ക് എത്തണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ സംഭവിക്കും. ഹല്ലേലൂയ. അപ്പൊ അതിനെയൊക്കെ എല്ലാം പിശാച് കൊണ്ടുകൊണ്ട് വന്നു എന്ന് പറഞ്ഞിരിക്കുകയാണ്. നമ്മൾ പറയും നമ്മുടെ ദൈവത്തിന് ഒരു ശക്തിയുമില്ല. ദൈവം അറിയാണ്ട് നമ്മുടെ ജീവിതത്തിൽ പിശാചിന് ഒന്നും കൊണ്ടുവരാൻ പറ്റത്തില്ല. അടുത്തത് അടുത്ത് നിങ്ങൾ വേണ്ടുവോളം തിന്നു തൃപ്തരായി നിങ്ങളെ അത്ഭുതകരമായി പ്രവർത്തിച്ച നിങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തിൽ എന്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല. നമ്മൾ ദൈവത്തിന്റെ ജനമാണെങ്കിൽ, ദൈവത്തിന്റെ മക്കളാണെങ്കിൽ നമ്മൾ ഒരു നാളും ലജ്ജിച്ചു പോകത്തില്ല. ഹല്ലേലൂയ. അവിടെ പറഞ്ഞിരിക്കുന്നത് ഞാൻ ഇസ്രായേലിന്റെ നടുവിലുണ്ട്, ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവ മറ്റൊരുത്തൻ എന്ന് നിങ്ങൾ അറിയും. അപ്പൊ നമ്മുടെ അമ്മയുടെ ഇസ്രായേലിന്റെ നടുവിലുണ്ട്. നമ്മളാണെ പറയുന്നത് യേശുക്കത്ത് പറഞ്ഞാ ഈ ലോകത്തുള്ളവരെക്കാൾ വലിയവൻ നമ്മളിലിരിക്കുന്നു, അല്ലേ? അങ്ങനെ നമ്മൾ ഈ ലോകത്തുള്ളവരെക്കാൾ വലിയ നമ്മളിലുണ്ടെങ്കിൽ നമ്മൾ ഒരു നാൾ ലജ്ജിച്ചു പോകത്തില്ല. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഈ ലോകത്തുള്ളതിനേക്കാൾ വലിയ നമ്മളിലുണ്ട്, നമ്മുടെ കൂടെ ഉണ്ടെന്ന് പറയുമ്പോൾ മഹത്വത്തെ പ്രത്യാശ ക്രിസ്തു നമ്മളിലുണ്ടെങ്കിൽ നമ്മൾ ഒരു നാളും ലജ്ജിച്ചു പോകത്തില്ല. അവിടെ പറയുന്നത് ഞാൻ ഇസ്രായേൽ നടുവിലുണ്ട്, ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവ മറ്റൊരുത്തൻ നിങ്ങൾ. അപ്പം ദൈവം ഇസ്രായേലിന്റെ നടുവിലുള്ള ദൈവം, ജനത്തിന്റെ മധ്യയുള്ള ദൈവത്തെ കുറിച്ചിട്ട് പറയുമ്പോൾ നമ്മൾ അതിനെക്കാട്ടി കുറച്ചും കൂടെ പ്രിവിലേജ് ഉള്ളവനാണ്. ദൈവം നമ്മളിലായിരിക്കുന്നത്. ഹല്ലേലൂയ. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ വചനം പ്രമാണിക്കും,
എൻ്റെ പിതാവ് നിങ്ങളെ സ്നേഹിക്കും, ഞാനും പിതാവ് നിങ്ങളോടൊപ്പം വന്ന് വാസം ചെയ്യും. അല്ലേ? വചനം പ്രമാണിക്കുന്നവരുടെ കൂടെയാണ് പിതാവ് പുത്രൻ പരിശുദ്ധാത്മ വാസം ചെയ്യുന്നത്, മറന്നു പോകരുത്. പരിശുദ്ധാത്മ എന്തായാലും നമ്മളിലുണ്ട്. വചനം പ്രമാണിച്ച് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട എല്ലാ വ്യക്തികളിലും നമ്മൾ പരിശുദ്ധാത്മ. വചനം പ്രമാണിക്കും തോറും നമ്മൾ ദൈവത്തിന്റെ ദൈവം നമ്മുടെ കൂടെ ഇരിക്കുന്ന ആ സാന്നിധ്യം നമുക്ക് വെളിപ്പെട്ടു തുടങ്ങും. നമ്മൾ തിരിച്ചറിഞ്ഞു തുടങ്ങും. നമ്മളെപ്പോഴും പരിശുദ്ധാത്മ പരിശുദ്ധാത്മ ഇല്ലാതെ ആരും ഇല്ല. പരിശുദ്ധാത്മ ഇല്ല, ഒരു മനുഷ്യൻ പോലും രക്ഷിക്കപ്പെടാൻ പറ്റത്തില്ല. പരിശുദ്ധാത്മ അവന്റെ എല്ലാവരുടെ ഉള്ളിലുണ്ട്. രക്ഷിക്കപ്പെട്ടവരുടെ ഇപ്പം പുറംതിരിഞ്ഞ് നടക്കുന്നവരുടെ ഒക്കെ ഉള്ളിരിപ്പുണ്ട്. പക്ഷെ എന്തുകൊണ്ട് ഈ പരിശുദ്ധാത്മാവിന്റെ മഹത്വം അല്ലെ സാന്നിധ്യം നമ്മളോട് വെളിപ്പെടാത്ത വെച്ചാൽ വചനം പ്രമാണിച്ച് ദൈവത്തെ അനുസരിച്ച് നടക്കാത്തതുകൊണ്ടാണ്. അനുസരിച്ച് നടക്കുന്നവരിൽ ഇതിങ്ങനെ നമ്മളെ കാട്ടി കൂടുതൽ പ്രസൻസ് അറിയുന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ അല്ലെ മഹത്വം നമ്മളിലൂടെ പുറത്തു വരാൻ തുടങ്ങും. ഹാലേലിയ. അപ്പൊ ഇവിടെ ജനത്തിന്റെ നടുവിലുള്ള ദൈവം പറയുന്നത്, ഇസ്രായേലിന്റെ ദൈവമായി ഞാൻ നിങ്ങളുടെ കൂടെയുള്ളൂ, നിങ്ങൾ ഒരു നാൾ ലജിച്ചു പോകത്തില്ല. അപ്പം മഹത്വത്തിന് പ്രത്യാശ ക്രിസ്തു നമ്മളിരിക്കുന്നെങ്കിൽ നമ്മൾ ലജിച്ചു പോവോ? സാറാമൻ സിസ്റ്റർ, ലജിച്ചു പോകാൻ ഇടയാവോ ദൈവം? ഒരിക്കലും ലജിച്ചു പോകത്തില്ല. ഇത് നമ്മൾ ഉറച്ചു വിശ്വസിക്കണം. എൻ്റെ ഉള്ളിലിരിക്കുന്നത് ഇപ്പുറത്തെ പഞ്ചായത്ത് മെമ്പർ പ്രസിഡന്റിന്റെ സാന്നിധ്യമല്ല, അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യമല്ല. ഈ അഖിലാണ്ടത്ത് ഉടനെ സർവശക്തനാ ദൈവമാണ് എൻ്റെ ഉള്ളിലിരിക്കുന്നത്. ആ ദൈവം എൻ്റെ ഉള്ളിൽ ഇരിക്കുമ്പോൾ ഹാലലിയ, ആ സകലം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് ഉണ്ടാക്കിയ ദൈവം എൻ്റെ ഉള്ളിലിരിക്കുമ്പോൾ ഞാൻ ഒരു നാളും ലജ്ജിച്ചു പോകത്തില്ല. ഇവിടെ ഇത് പറഞ്ഞതിന് ശേഷം ദൈവം, എൻ്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല. ഇത് പറഞ്ഞ തൊട്ടടുത്ത വാക്യം, ഇത്രയും കാര്യങ്ങൾ, ഇത്രയും സമൃദ്ധിയുടെ കാര്യങ്ങൾ ദൈവം കൂടെയുണ്ട് പറഞ്ഞിട്ട് തൊട്ടടുത്ത വാക്യത്തെ ദൈവം എഴുതിയേക്കുന്നത് എന്താ വെച്ചാൽ, അതിന്റെ ശേഷമോ ഞാൻ നിങ്ങളെ അനുഗ്രഹം ഇതെല്ലാം നിങ്ങൾക്ക് തന്നതിന് ശേഷം എന്താണ് ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പ്രവചിക്കും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ, നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും, ദാസന്മാരുടെ മേലും ദാസിയുടെ മേലും കൂടെ ഞാൻ ആ നാളുകളിൽ എൻ്റെ ആത്മാവിനെ പകരും. ഞാൻ ആകാശത്തെ ഭൂമിയിൽ അത്ഭുതങ്ങളെ കാണിക്കും. ഹാലേലൂയ. ഇതെപ്പോഴാ സംഭവിച്ചെന്ന് ചോദിച്ചാൽ, ഈ പ്രവചനം സംഭവിച്ചു പെന്തക്കോസ്ത് നാളിൽ മാളികമുറി കൂടിയിരുന്നതിന് മേലെ ഈ പ്രവചനം സംഭവിച്ചു. അന്ന് തുടങ്ങി ഇങ്ങോട്ടുള്ള അന്ത്യകാല ഉണർവിൽ നമ്മുടെ മേലെ അത് സംഭവിച്ചിരിക്കുന്നത്. ഹാലലിയ. അതിനുശേഷം ഇതുപോലെ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുക, അല്ലെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് എന്തൊക്കെ പോലെ ഇതിന് ശേഷം അപ്പൊ ദൈവത്തിന്റെ ആത്മാവിനെ അവിടെ ഒരു സമൃദ്ധി ഇവർക്ക് കൊടുത്തതിന് ശേഷം പകരണം. ഇവിടെ ആ സമൃദ്ധിയൊക്കെ അവിടെ സംഭവിച്ചു, പക്ഷെ നമ്മുടെ മേലാണ് അത് പകർച്ച നടന്നിരിക്കുക. അപ്പം അവിടെ ദൈവം മധ്യത്തിലുള്ളവർ ലജ്ജിച്ചു പോകും. ഈ ആത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് ഹാലലിയ, ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് വന്നു കഴിയാൻ നമ്മൾ ലജ്ജിച്ചു പോകാൻ ഇടയാകത്തില്ല. അത് നമ്മൾ ഉറച്ചു വിശ്വസിക്കണം. കാരണം നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങളൊക്കെ ഉണ്ട്, പ്രതിസന്ധികളൊക്കെ ഉണ്ട്, പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേങ്കിൽ ആ പ്രശ്നങ്ങളിൽ നമ്മൾ മുക്കിക്കളയത്തില്ല. ആ മുക്കിക്കളയാതെ ദൈവം നമ്മളെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അതുകൊണ്ട് തന്നെ പറഞ്ഞേ, തന്നെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം ആരും നിർണയപ്രകാരം വിളിക്കപ്പെട്ടിരിക്കുന്നത് നമ്മളെ ഓരോരുത്തരെ ദൈവം വിളിച്ചേക്കുക, മുൻ നിശ്ചയപ്രകാരം നമ്മളെ വിളിച്ചിരിക്കുകയാണ്. അങ്ങനെ വിളിക്കപ്പെടുന്നവർക്ക് സകല നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ നന്മയ്ക്ക് അങ്ങനെ വിചാരിക്കുള്ളൂ. എന്ത് നമ്മുടെ ജീവിതത്തിൽ ചില നഷ്ടങ്ങളൊക്കെ സംഭവിക്കുമ്പോഴും അത് നന്മയ്ക്കായി തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഹാലേലിയ. നമ്മൾ കഴിഞ്ഞ വർഷം ഞാൻ കേട്ട ദേവദാസന്റെ സാക്ഷ്യത്തിൽ ഞാൻ ഒരിക്കൽ പറഞ്ഞു, നോർത്ത് ഇന്ത്യയിൽ വേല ചെയ്യുന്ന കോവിഡിന്റെ സമയത്താണ് അദ്ദേഹം മിനിസ്റ്റർ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും കുഞ്ഞിന് എന്തോ ഈ കോവിഡ് വന്നു. കോവിഡാന്ന് തോന്നുന്നു, എന്താ പനി എന്തോ വന്നിട്ട് ആ കുഞ്ഞു മരിക്കപ്പോൾ ഈ പുള്ളി യാത്ര ചെയ്ത് വന്നതുകൊണ്ട് കോവിഡിൻ്റെതായിട്ട് കാണാൻ പറ്റുന്നില്ല, ക്വാറന്റൈനിലായിരുന്നു. അവസാനം കുഞ്ഞ് മരിച്ച ശേഷം കൊണ്ടപ്പോൾ അവിടെ കിടന്നുകൊണ്ട് അവിടെ ഇരുന്നുകൊണ്ട് പാസ്റ്റർ ഒരു നോർത്ത് ഇന്ത്യ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ പുള്ളി വന്ന് പ്രാർത്ഥിക്കുക, കുഞ്ഞിന് ജീവിക്കട്ടെ കൽപ്പിക്കുക. പക്ഷെ അപ്പോൾ കാണുന്ന ഒരു വിഷനുണ്ട്. ഹാലേലിയ. അപ്പോൾ ഈ കുഞ്ഞ് യേശുവിന്റെ കൂടെ കരം പിടിച്ചുകൊണ്ട് മുകളോട്ട് നടന്നു. അപ്പോൾ കുഞ്ഞ് തിരിഞ്ഞു നിന്നിട്ട് കൈകൊണ്ട് ടാറ്റൊക്കെ കാണി ഭയങ്കര സന്തോഷത്തെ പോവുകയാണ്. ഹാലേലിയ. അപ്പം ഹാലേലിയ. അപ്പോഴൊക്കെ പറയുന്നുണ്ട്, എന്നെ വിളിക്കണ്ടെന്നാ കൊച്ചു. അപ്പൊ അത് കഴിഞ്ഞ ശേഷം യേശുവിനോട് കർത്താവേ, ഞാൻ ഇത്രയും ഇതൊക്കെ എൻ്റെ കുഞ്ഞിനെ വിളിച്ചപ്പോൾ എന്താ? അപ്പൊ യേശു കർത്താവ് തിരിച്ചു പറഞ്ഞ മറുപടി ഉണ്ട്. നിന്റെ മകന് ഹാലേലിയ അവന് നിന്റെ അടുക്കിലേക്ക് എന്നുവെച്ചാൽ മറ്റൊന്നും കൊണ്ടല്ല, യേശുവിനെ ഒന്ന് കണ്ടാൽ, യേശുവിന്റെ സാന്നിധ്യത്തിലേക്ക് ഒന്ന് ചെന്നാൽ ആ കർത്താവിനോട് കൂടെ ഒന്ന് മുഖാമുഖം കണ്ട് പിന്നെ ആർക്കും ഈ ഭൂമിയിൽ എന്തെന്ന് പറഞ്ഞാൽ അതിനെക്കാട്ടി വലുതല്ല. അപ്പൊ കർത്താവിനോട് കൂടുതൽ സന്തോഷത്തെക്കാട്ടി വലുതല്ലാത്തതുകൊണ്ട് ആരെങ്കിലും യേശുവിനെ കണ്ട പിന്നെ തിരിച്ചു വരാൻ കഴിയത്തില്ല. അപ്പൊ ആ കൊച്ചിന് യേശുവിനെ യേശപ്പായെ കണ്ടപ്പോഴേക്കും അവനെ തിരിച്ചു ഭൂമിയിലേക്ക് പോകണ്ട, അവൻ ഒരിക്കലെങ്കിലേക്ക് പോകണമെന്ന് പറഞ്ഞ് ഞാൻ വിട്ടേനമായിരുന്നു. അപ്പൊ എന്നിട്ട് കൊച്ച് യേശുവിന്റെ കൂടെ മടിയിൽ ഇരിക്കുന്നത് ദൈവം കാണിച്ചു കൊടുത്തു. അവർക്ക് ഭാര്യയ്ക്കും ഭർത്താവിനും കാണിച്ചു കൊടുത്തു. അവരതുകൊണ്ട് ഭയങ്കര അത്ഭുതകരമായ സാക്ഷി. നമ്മളെല്ലാവരും ഈ ഭൂമി ജീവിക്കാൻ നമ്മുടെയൊക്കെ ആഗ്രഹം എന്താ? കർത്താവിനോട് കൂടെ അവിടെ എത്തണം.
അല്ലെ? സ്വർഗ്ഗസ്ഥലങ്ങൾ നമ്മൾ ഇരുത്തിയേക്കുന്നത്, പക്ഷേ മരിച്ചിട്ട് നമ്മളവിടെ എത്തണം. അതിനുവേണ്ടി നമ്മൾ ഓരോ ദിവസവും ഇതെല്ലാം പഴിച്ചൊക്കെ ജീവിക്കുന്ന ഒരു കാര്യം ഹാലയിലെ കാണണം. പക്ഷെ ആ കുഞ്ഞ് നേരത്തെ അവിടെ എത്തി. അവരിപ്പോ അതുകൊണ്ട് വളരെ സന്തോഷത്തിൽ അവർക്ക് വീണ്ടും എനിക്കൊന്ന് ദൈവം തലമുറയെ കൊടുത്തു ഹാലയിലെ. അപ്പൊ അവിടെ പക്ഷെ ആ വേദന ആ സമയത്ത് എത്ര വലുതായിരുന്നു. പക്ഷേങ്കില് ഹാല ഇപ്പൊ പറയാ എന്റെ മകൻ യേശുവിന്റെ മടിയിൽ ഇരിക്കുന്നത് കാണുമ്പം കണ്ടത് തുടങ്ങിയിട്ട് അവൻ അവിടെ എത്തി, കർത്താവിനോട് കൂടെ മടിയിൽ എത്തി. ഇത് ആലോചിക്കുമ്പോ എത്ര പക്ഷേ ആ കുഞ്ഞ് ചിലപ്പോൾ ഭൂമിയിൽ ജീവിച്ചെങ്കിൽ ചിലപ്പോൾ കുറെ നാളുകൾ കഴിയുമ്പോൾ ഹാലയില്ല ലോകത്തിന്റെ മുഖത്തുള്ള പെട്ടുപോയെങ്കിൽ അവിടെ എത്താൻ കഴിയില്ലാന്നെങ്കിൽ പിന്നെ എത്ര വേദനയായിരുന്നു. മനസ്സിലായി? അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ദൈവം എല്ലാത്തിനും മുൻ നിശ്ചയപ്രകാരം നമ്മൾ വിളിച്ചു, അതുപോലെ തന്നെ ദൈവം ചെയ്യുന്നത്. ഹല്ലേലൂയ. അപ്പൊ ദൈവം ഒരിക്കലും ദോഷത്തിനായിട്ടൊന്നും ചെയ്യത്തില്ല. ഇനി സംശയമുണ്ട്, നമ്മൾ രാജാക്കന്മാരുടെ പുസ്തകം എടുത്തു. ആ ദൂതൻ എന്താ നിൽക്കുന്ന സമയത്ത് ദൈവം അപ്പം രാജാക്കന്മാരുടെ പുസ്തകത്തിലാണ് തോന്നുന്നത്, അതോ ഇതിനെ ക്രോ കരമസാടിയൊക്കെ എടുത്തോ ബാക്കി. ദാവീദിന് ജനത്തെ എണ്ണാൻ തോന്നിയ ഭാഗം. ഒന്ന് ശൗമേലോ 2 ശൗമേലോ ആ 20 അതിന്റെ അവസാന 23. അവസാന അധ്യയമാണെന്നറിയാം. അതെനിക്കും അറിയാം. 1 ശമൂവേൽ അവസാനം, 2 ശമൂവേൽ അവസാനം തോന്നുന്നു. ആ ഇത് രണ്ടിലേതെങ്കിലും ഒന്ന്. ആ 2 ശമൂവേൽ അവസാനം. അവസാനത്തെ അധ്യായം എനിക്കും അറിയാം. അവസാന അധ്യായമാണെന്ന് അറിയാം. ഓക്കെ. ദാണ്ടെ ഇവിടെ ദാവീദ് അവിടെ 24-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം. ജനത്തെ ബാധിക്കുന്ന ദൂതനെ ദാവീദ് കണ്ടിട്ട് യഹോവയോട്, ഞാനല്ലോ പാപം ചെയ്തത്, ഞാനല്ലോ കുറ്റം ചെയ്തത്, ഈ ആടുകൾ എന്തു ചെയ്തു? നിന്റെ കൈ എനിക്കും എന്റെ പിതൃഭവനത്തിനും വിരോധമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു പറഞ്ഞു. അന്ന് തന്നെ ഗാദ് ദാവീദിന്റെ അടുക്കൽ വന്ന് അവനോട്, നീ ചെന്ന് യെബൂസ്യനായ 16 വായിച്ചേ സിസ്റ്റർ, 16 വായിച്ചേ. എന്നാൽ ദൈവദൂതൻ യെരൂശലേമിനെ ബാധിപ്പാൻ അതിന്മേൽ കൈ നീട്ടിയപ്പോൾ യഹോവ അനർത്ഥത്തെക്കുറിച്ച് ഖേദിച്ചു ജനത്തിൽ നാശം ചെയ്യുന്ന ദൂതനോട്, മതി, നിന്റെ കൈ പിൻവലിക്ക എന്ന് കൽപ്പിച്ചു. അന്നേരം യഹോവയുടെ ദൂതൻ യെബൂസ്യൻ അരവനയുടെ മെതിക്കളത്തിനരികെ ആയിരുന്നു. മതി അവിടെ പറയുന്നത് ഹല്ലേലൂയ. എന്നാൽ ദൈവദൂതൻ യെരൂശലേമിനെ ബാധിപ്പാൻ അതിന്മേൽ കൈ നീട്ടിയപ്പോൾ യഹോവ അനർത്ഥത്തെക്കുറിച്ച് അനുദപിച്ചു ജനത്തിന്റെ നാശം ചെയ്യുന്ന ദൂതനോട്, മതി, നിന്റെ കൈ പിൻവലിക്കുക എന്ന് കൽപ്പിച്ചു. അപ്പൊ ജനത്തിന് നാശം ചെയ്യുന്ന ദൂതനോട് ആര് കൽപ്പിച്ചപ്പോഴാണ് നിർത്തിയത്? ദൈവം കൽപ്പിച്ചപ്പോഴാണ് നിർത്തിയത്. ആമേൻ, ഹല്ലേലൂയ. അപ്പൊ ദൈവം കൽപ്പിച്ചപ്പോൾ നിർത്തി. അപ്പൊ അത് എന്നിട്ട് ദാവീദ് കണ്ടു ആ സമയത്ത്. ഹല്ലേലൂയ. അപ്പൊ ദാവീദ് ഹല്ലേലൂയ അവിടെ പിന്നെ ദൈവത്തോട് ചെന്ന യാഗം കഴിക്കുകയൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്കറിയാം, ദൈവത്തിന് യോഗ്യം. അപ്പൊ അവിടെയും ദൈവം കൃത്യമായി പറയുന്നുണ്ട്, ദൈവം കൽപ്പിച്ചപ്പോഴാണ് നിർത്തിയത്. മനുഷ്യൻ അതുകൊണ്ട് നമ്മൾ കൽപ്പിക്കുമ്പോൾ പലപ്പോഴും നിൽക്കുന്നതിന്റെ കാര്യം നമ്മൾ ദൈവത്തിന്റെ അധികാരത്തിൽ നിന്ന് കൽപ്പിക്കുമ്പോഴാണ് നിൽക്കുന്നത്. ഹാലയില് അല്ലാതെ അല്ല. ഹാലയിൽ അപ്പൊ അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഹാലയിൽ ഞാൻ സത്യത്തിൽ ഇന്ന് ഈ മെസ്സേജ് അല്ല പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇന്നലെ രാവിലെ വചനം വായിച്ചപ്പോൾ എനിക്ക് വചനം വായിച്ചപ്പോൾ ഞാൻ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ എനിക്ക് നെഹമ്യാവിന്റെ പുസ്തകത്തിൽ നിന്ന് ദൈവത്തിന്റെ ആത്മാവ് വചനം ഇടപെട്ട. പക്ഷേ ഇത് ഇന്നലെ ഈ ഒരു ടോപ്പിക്ക് ഞാൻ കേട്ടതുകൊണ്ട് ഹാലില് ഇത് പറയാൻ കാരണം ഇന്ന് പലർക്കും ഹാലയില് ഇതിന് ഭയങ്കര കൺഫ്യൂഷനാണ്. പലരും പല രീതിയിൽ തെറ്റായി പഠിപ്പിക്കുന്നുണ്ട്. ഹാലയിലൂയ. എല്ലാവരും എടുത്ത് പറയുന്ന വാക്യം യാക്കോബിന്റെ ലേഖനം. ഞാനും അങ്ങനെ തന്നെ വിചാരിച്ച ദൈവം നമ്മളെ ദോഷങ്ങളെ പരീക്ഷിക്കത്തില്ല എന്ന ശൈലിയെ അവിടെ എഴുതിയിരിക്കുന്ന വാക്യം ഇന്നലെ രാത്രി ഞാനിങ്ങനെ വായിച്ചു കഴിയുമ്പോൾ ദൈവാത്മ അന്നേരം പോലെ എന്നോട് പറഞ്ഞു, നീ അത് എടുത്തു നോക്ക്, അതിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ എടുത്തു. അപ്പൊ ഞാൻ ഇന്നലെ രാത്രി എടുത്തു നോക്കി, അവിടെ ദൈവത്തെ ആർക്കും ദോഷങ്ങളെ പരീക്ഷിക്കാൻ പറ്റത്തില്ലെന്ന് തന്നെ എഴുതിയേക്കുന്നത്. അതുകൊണ്ട് ദൈവം നമ്മളെ പരീക്ഷിക്കുന്നില്ല എന്ന് എഴുതിയേക്കുന്നത്. ഹല്ലേലൂയ. അപ്പം ദൈവം നമ്മളെ അവിടെ പരീക്ഷ എന്ന് പറയുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് ഹാലേലിയ പരീക്ഷ എന്നുള്ളതല്ല, നമ്മളെ പ്രലോഭിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് അതിന്റെ ട്രാൻസ്ലേഷൻ വരുമ്പോൾ. അപ്പൊ ഈ വാക്യം എടുത്ത് നോക്കിയപ്പോഴാണ് ഹാലേലിയ കൃത്യമായിട്ട് എന്താണ് ദൈവം. അപ്പൊ ദൈവം നമ്മൾ ഒരിക്കലും ശരിയാണ് ഒരു കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന എന്ത് കാര്യം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ അത് നമ്മളെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല, അല്ലെ നമ്മുടെ നാശത്തിന് വേണ്ടിയിട്ടല്ല. ഹാലേലിയ ദൈവം നമുക്ക് അതെല്ലാം എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ നമ്മളെ ദൈവത്തോട് കൂടുതൽ നമ്മൾ ചിലതൊക്കെ വിട്ടു മാറണം, ചിലതൊക്കെ നമുക്ക് വേണ്ടെന്ന് വെക്കണം, ചിലതൊക്കെ നമുക്ക്
നമ്മൾ ഉപേക്ഷിക്കണം എന്ന് തോന്നുമ്പോൾ ഹാലയിലെ നമ്മൾ എന്താ ചെയ്യുക? അത് പലപ്പോഴും നമ്മൾ ഇടപെടുമായിരിക്കും, പറയുമായിരിക്കും. ഇതൊന്നും നമ്മൾ കേൾക്കാതിരിക്കുമ്പോൾ, അല്ലെങ്കിൽ അതിനൊന്നും മൈൻഡ് ചെയ്യാതിരിക്കുമ്പോഴൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ചിലത് വരുമ്പോൾ നമ്മൾ എന്താ വെച്ചാൽ അതൊക്കെ മാറി ദൈവത്തോട് കൂടെ ചേർന്നിരിക്കാനൊക്കെ ചെയ്യും. അപ്പൊ ഇതെല്ലാം ദൈവം ഉദ്ദേശിക്കുന്ന ഒറ്റ കാര്യം, നമ്മൾ ദൈവത്തോട് കൂടെ വസിക്കണം, ദൈവത്തോട് കൂടെ ചേർന്നിരിക്കണം, ദൈവവുമായിട്ട് ഏറ്റവും വലിയൊരു ഫെലോഷിപ്പിലൂടെ നമ്മൾ പോകണം, നമ്മുടെ ബന്ധം ഭയങ്കര ദൃഢമാക്കണം. ഹല്ലേലൂയ. അപ്പൊ ഇതിന് വേണ്ടിയിട്ടൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ കാര്യങ്ങൾ കടന്നു വരുന്നത്. അപ്പൊ അതുകൊണ്ട് അതൊരിക്കലും നമ്മുടെ നാശത്തിനായിട്ടോ നമ്മുടെ ദോഷത്തിനായിട്ടോ ഒന്നുമല്ല. ഹല്ലേലൂയ. നമ്മളെക്കുറിച്ച് ദൈവത്തിന്റെ പദ്ധതി നമ്മളിലൂടെ പൂർത്തിയാക്കണം. അപ്പൊ ആ പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവൻ, അവൻ കൊള്ളാകുന്നതിനായി തികഞ്ഞു വരേണ്ടതിനായിട്ടാണ്. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില പരീക്ഷ കാലഘട്ടങ്ങൾ കടന്നു പോകുമ്പോൾ നമുക്ക് ഹല്ലേലൂയ ദൈവത്തിന് കൊള്ളാവുന്നവരായി മാറും. നമ്മളൊക്കെ ഇരിക്കുന്ന നമ്മളെല്ലാം ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മളിപ്പോ ദൈവത്തിന് എന്തെങ്കിലും പ്രയോജനപ്പെടുന്നെങ്കിൽ അതിന്റെയൊക്കെ കാരണം നമ്മുടെ ജീവിതത്തിൽ വന്നു പോയ ജീവിതത്തിലെ കടന്നു പോയ ചില അനുഭവങ്ങൾ തന്നെയാണ്. അതിനെ വിടുവിച്ച ദൈവത്തെ ഓർക്കുമ്പോഴാണ് നമുക്ക് ആ ദൈവത്തോടുള്ള സ്നേഹം, ദൈവത്തോടുള്ള ആ ബന്ധം, ദൈവത്തിന് വേണ്ടി നിൽക്കണം, ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടണം എന്നൊക്കെ തോന്നിയിട്ടുള്ള അല്ലാതെ നമുക്ക് ഒരിക്കലും നമ്മൾ അങ്ങനെ ആയിട്ടില്ല. കാരണം നമുക്ക് എല്ലാവർക്കും വിശ്വാസ ജീവിതത്തിലേക്ക് വന്നിട്ട് നമ്മൾ കടന്നു വന്ന വഴിയെക്കുറിച്ചൊന്ന് തിരിഞ്ഞു നോക്കി കഴിയുമ്പോൾ നമുക്ക് അതിശയം തോന്നും. ദൈവമേ, ഇവിടം വരെ എങ്ങനെ എത്തി? ഹല്ലേലൂയ. ഇവിടം വരെ എങ്ങനെ നിൽക്കാൻ പറ്റി? ഇവിടം വരെ എത്രത്തോളം? അപ്പൊ ദൈവം നമ്മൾ ഓരോ കാലഘട്ടത്തിലും ഓരോ സമയത്തും ഓരോ 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 നമ്മുടെ ജീവിതത്തിൽ വന്ന ആപത്ത് അനർത്ഥങ്ങളെയൊക്കെ ദൈവത്തിന്റെ അത്ഭുതക്കാരൻ കണ്ടവരാ നമ്മളെല്ലാവരും. ഈ കണ്ട ദൈവത്തിന് അങ്ങനെ അപ്പൊ നമ്മൾ അത് ഓരോ ഞാൻ പറയാം നന്ദിയുള്ള ഹൃദയമുള്ളവര് ഓരോ കഷ്ടതയിൽ നിന്നും ദൈവം നമ്മളെ വിടുക, അല്ലെങ്കിൽ നമുക്ക് ജീവിതത്തിൽ നമുക്ക് ദൈവം ഓരോ കാര്യങ്ങൾ ചെയ്ത് നമ്മൾ ഒന്നുകൂടെ ദൈവത്തോട് കൂടുതൽ നന്ദിയുള്ളവരായി മാറും, ദൈവത്തോട് കൂടുതൽ ദൈവത്തെ കൂടുതൽ സ്നേഹിക്കുന്നവരായി മാറും. അല്ലാതെ ആൾക്കാര് ദൈവത്തിനും നന്ദിയില്ലാത്ത ആൾക്കാരാണ്. ദൈവത്തിൽ നിന്ന് വല്ലതും പ്രാപിക്കുക, എന്നിട്ട് പിന്നെ തിരിഞ്ഞ് കിട്ടുന്നിടത്ത് വേറെ എവിടെയെങ്കിലും എന്തെങ്കിലും കിട്ടുമെന്ന് അങ്ങോട്ട് പോകുന്നത്. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ദൈവത്തെ നമ്മൾ ഹൃദയത്തിൽ നാം യഥാർത്ഥമായി സ്നേഹിക്കുന്നവരാണെങ്കിൽ ദൈവത്തിനോട് തന്നെ ചേർന്ന് നിൽക്കും. അങ്ങനെയുള്ളവരെ ദൈവം കൂടുതൽ ചേർത്ത് നിർത്താനായിട്ട് ചിലതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ചില കട്ടിങ്ങുകളൊക്കെ വരികയുടെ സമയത്ത് ചില കൊമ്പുകളൊക്കെ ഒന്ന് ചെത്തും. ചിലതൊക്കെ ചെത്തി കളയാൻ ചിലതൊക്കെ ഒന്ന് മുറിച്ച് മാറ്റും. എന്തിനു വേണ്ടിയിട്ടാന്ന് ചോദിച്ചാൽ ഇത് നമ്മൾ ദൈവത്തോട് കൂടുതൽ ദൈവത്തിന് കൊള്ളാകുന്നവരെ തികഞ്ഞു വരാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവം എന്ത് ചെയ്യുമ്പോഴത് നമ്മുടെ ദോഷത്തിനായിട്ടല്ല, നമ്മുടെ നന്മയ്ക്കായി തന്നെ ദൈവം ചെയ്യുന്നത്. ഇവിടെ നമ്മൾ കാണുന്ന ഇസ്രായേൽ ജനത്തിന് അവരുടെ ദുർമാർഗ്ഗങ്ങളെ വിട്ടുതിരിഞ്ഞ് ദൈവം അന്വേഷിക്കാൻ വേണ്ടി ദൈവം അത് ചെയ്തത്. നമ്മളെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾ നടക്കുമ്പോൾ അങ്ങനെ തന്നെ നമ്മൾ എടുക്കാവുള്ളൂ. ഇതെല്ലാം പക്ഷെ ദൈവം അറിയാണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒന്നും വരത്തില്ല. ഇത് ഞാൻ ആവർത്തിച്ച് തന്നെ പറയുന്നത്, ദൈവം അറിയാണ്ട് നമ്മുടെ തലയിൽ നിന്ന് ഒരു മുടി താഴെ വീഴത്തില്ലെങ്കിൽ ഒന്നും നമ്മുടെ ജീവിതത്തെ അറിയാതെ വരത്തില്ല. എന്ത് ഭാരമാണ്, എന്ത് പ്രയാസം അറിയാതെ. അതുകൊണ്ട് ദൈവത്തോട് തന്നെ നമ്മൾ അതിന്റെ കാരണവും ചോദിക്കണം. ആ കാരണങ്ങൾ നമ്മൾ എന്താന്ന് വെച്ചാൽ അത് നമ്മൾ നിരപ്പ് പ്രാപിക്കുകയും ചെയ്യുക. ഈ വചനത്തെ എല്ലാവരും അനുഗ്രഹിക്കും. പറയട്ടെ. ആമേൻ. സ്തോത്രം. ഗോഡ് ബ്ലെസ് യു.